ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി ലൈഫ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ രാവിലത്തെ തിരക്കുള്ള കുറച്ച് മോർണിംഗ് വിശേഷങ്ങളാണ്. ക്ലിയർ ഒന്നും ഉണ്ടാവില്ല, ഫോണിൽ കുറച്ച് കുറവാണ്. ഞാൻ പറ്റുന്ന പോലെ ക്ലിയർ ചെയ്യാൻ നോക്കാം. രാവിലെ വന്നാൽ കുറച്ച് ബിസിയാണ് അടുക്കളയിൽ. കാരണം എന്താ വെച്ചാൽ രാവിലെ മോർണിംഗ് ക്ലാസ് ഉണ്ടാവും, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, എല്ലാ കാര്യങ്ങളും കൂടി കുറച്ച് തിരക്കായിരിക്കും. പക്ഷേ പറ്റണ പോലെ വീഡിയോ ഇടാൻ എനിക്കിഷ്ടമാണ്. എനിക്ക് അങ്ങനെയൊക്കെ ഒരു കുറേ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് കുറേ വീഡിയോസ് ഇടാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനെ വേവിക്കാൻ വെച്ചു. എന്നിട്ട് ചായ വെച്ചു. ചായ എനിക്ക് മസ്റ്റാണ്. കാരണം രാവിലെ എണീച്ചിട്ട് ചായ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തലവേദന പിടിക്കും. എന്നാലാണ് പണികൾ ചെയ്യാനുള്ള ഒരു ഊർജ്ജം കിട്ടുള്ളൂ. അപ്പോൾ ചായ വെച്ചു. ചായ കുടിക്കലും പിന്നെ ഒരു പണികൾ നടക്കും. കാരണം മോർണിംഗ് ക്ലാസ് ആകുമ്പോൾ 6:30 കുട്ടികൾ ട്യൂഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ പോകുമ്പോൾ ഒരു 8 മണി വരെ ഉണ്ടാവും. നന്ദു പഠിക്കുകയാണ് ഇരുന്നിട്ടാണ്. പ്രേംചന്ദ് ജയന്തിയുടെ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അത് പഠിക്കുകയായിരുന്നു അവന് ചായ വേണം പറഞ്ഞു ചായ വെച്ച് കൊടുത്തു. രാവിലെ എണീച്ച് അവന് കട്ടൻ ചായ കുടിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് അവൻ തലേ ദിവസത്തെ പാൽ ഉപയോഗിക്കില്ല. ഇവൻ എണീച്ച് പഠിക്കാനിരിക്കുന്നുണ്ട്. എന്തോ തിരക്കിട്ട് എഴുതാനുണ്ട്, അതാണ്. അപ്പം ചോദിച്ചു, അമ്മ എന്നാൽ ഞാൻ തേങ്ങ ചിരവട്ടെ, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. ശരി, എനിക്ക് പഠിക്കാല്ലേ വേണ്ട പറഞ്ഞു സമ്മതിച്ചില്ല. എനിക്കറിയാം 2 പ്രാവശ്യം ഒന്നും ഇതാക്കി കഴിഞ്ഞാൽ കൈ മുറിഞ്ഞാൽ നിർത്തിക്കോളെന്ന് അറിയാം. അവൻ ചെയ്തു. ബാക്കി ഞാൻ തേങ്ങ ചിരവി. എന്നിട്ട് കറിക്കുള്ള അരയ്ക്കാനുള്ളത് വെച്ചു. ശേഷം അല്ലേ ഉള്ളിയൊക്കെ അരിഞ്ഞു. ഉള്ളി അധികം ഇഷ്ടമല്ല ഇവിടെ 2 പേർക്കും. വല്ലാതെ ഉള്ളി ഉണ്ടെങ്കിൽ ആ ഉള്ളി അങ്ങോട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ഞാൻ കറിയിൽ അങ്ങനെ ഉള്ളി ഇടില്ല. എന്നാൽ കറി നല്ല അവർക്ക് വേണേനും. ഉള്ളിയൊക്കെ വഴറ്റി, ഇതൊക്കെ എല്ലാവർക്കും അറിയണതായിരിക്കും. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ സംസാരം കൂടി ആകുമ്പോൾ രസമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അഭിപ്രായങ്ങൾ എല്ലാവരും പറയണം. എന്തെങ്കിലും മോശം ഉണ്ടെന്നുണ്ടെങ്കിൽ മോശം പറഞ്ഞോളൂ, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. 2 പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ട് നല്ല ഇളക്കി. ഇതിൻ്റെ ഇടയിൽ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞിട്ടാണ് കറി വെച്ചത് കേട്ടോ. ഞാൻ ആ ഭാഗം കാണിച്ചില്ല. കാരണം പിള്ളേർ രാവിലെ എണീച്ച് വന്നിരിക്കണതാണ്. അല്ലെങ്കിലേ കുറേ വീഡിയോസൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുട്ടികൾ കളിയാക്കുമ്പോൾ പരാതിയാണ്. അപ്പോൾ പിന്നെ വിഷമിപ്പിക്കണ്ടല്ലോ, അതൊന്നും എടുത്തില്ല. കറിക്കുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അതൊക്കെ ഇട്ടു. എന്നിട്ട് പിന്നെ കടലയിട്ട് ഇളക്കി. ചിലപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കടല എടുത്തിട്ട് നാളികേരത്തിൻ്റെ കൂടെ അരയ്ക്കാറുണ്ട്, കുറച്ച് കൊഴുപ്പ് കൂടാൻ വേണ്ടിയിട്ട്. പക്ഷേ ചിലപ്പോൾ അത് കറി ആക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേഗം കേടുവരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തില്ല. അത് കഴിഞ്ഞ് നാളികേരം ഒഴിച്ച് കറിയിലൊഴിച്ച് നല്ല ഒന്ന് തിളയ്ക്കുമ്പോൾ കറിവേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നു, കഴിഞ്ഞു. അതിലുള്ള എന്തോ ഞാൻ ഇട്ടു അവസാനം തോന്നുന്നു. ഏട്ടൻ നടക്കാൻ പോയി വന്നു. അപ്പോഴേക്കും മോർണിംഗ് വാക്ക് കഴിഞ്ഞ് വന്നപ്പോൾ മുട്ട വേവിച്ച് വെച്ചതായിരുന്നു. അത് ഇതിലേക്കുള്ളതല്ല. കറിയായി. ഇനി വാപ്പൊക്കെ ആണെങ്കിൽ പറയും, അമ്മ ഞങ്ങൾ 2 പേരും അതന്നെ കൊണ്ടുപോയിക്കോളാൻ പറയും. അല്ലെങ്കിൽ ഒരാൾക്ക് ചോറ് വേണം, ഒരാൾക്ക് പലഹാരം തന്നെ കൊണ്ടുപോകുള്ളൂ. നന്ദു പലഹാരം കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ആയി. അപ്പോഴേക്കും നന്ദുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ശരി അമ്മ കഴിക്കാൻ തരുമോ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം അവനുള്ളത് കഴിക്കാൻ എടുത്തു കൊടുത്തു. പിന്നെ 2 പേർക്കുള്ള ഫുഡും ആക്കി, വെള്ളം ചൂടാക്കി, അതൊക്കെ ആക്കി. അടുക്കള മൊത്തം കാണിക്കാൻ പറ്റില്ല, അതിഭീകരമായിരിക്കും, എല്ലാവർക്കും അറിയുണ്ടാവും. അതിൻ്റെ ഇടയിൽ ചോറ് വയ്ക്കാനുള്ള പരിപാടികൾ തുടങ്ങി. അടുക്കള ഇതാണ് അവസ്ഥ. ഫുൾ അങ്ങനെ അലങ്കോലമായിരിക്കും. അവരൊന്ന് പോയി കഴിഞ്ഞിട്ട് ഒതുക്കിയ കാഴ്ചയാണ് ഇത്. അവരൊക്കെ പോയ ശേഷം ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ എനിക്ക് ഒരുപാട് കമൻസും അതേപോലെ വാട്സപ്പിലൊക്കെ കുറേ മെസ്സേജ്, എന്നെ പഠിപ്പിച്ച സാറുമാരടക്കം കുറേ മെസ്സേജ് വന്നു. ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കുറേ മെസ്സേജ്. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി നന്ദി.